തലസ്ഥാനം വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ പ്രചാരണം കൂടുതൽ ശക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ മുൻമന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിനെതിരെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത പുറത്തുവരുന്നത് പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കലാകേരളം. ഇന്നാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലൂട്ടുമടം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നുണ്ട്. അഖിൽ, ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, നമുക്കറിയാം ഇപ്പോൾ NDAക്ക് അനുകൂലമായൊരു ട്രെൻഡ് രൂപപ്പെടുകയാണ്. തലസ്ഥാനത്ത് ഒട്ടാകെ തന്നെ വളരെയധികം ജനപങ്കാളിത്തമാണ് NDA സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു മുന്നണികൾ ഒരു പരാജയ ഭീതിയിലുമാണ് ഇപ്പോൾ പ്രചരണം നടത്തുന്നത്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണം തന്നെയല്ലേ കഴിഞ്ഞ ദിവസം V മുരളീധരന് നേരെ അല്ലെങ്കിൽ പ്രചരണത്തിന് നേരെ ഉണ്ടായൊരു അതിക്രമം ഒക്കെ. വിഷ്ണു, എന്തായാലും ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അന്തരീക്ഷ ചൂടിനൊപ്പം തന്നെ വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് ചൂടും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികളുടെ പൗരപ്രമുഖരെയും അതുപോലെ തന്നെ പ്രധാന കേന്ദ്രങ്ങളിലുമുള്ള ഒരു സന്ദർശനമായിരുന്നുവെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും അതിലെ ആരോപണങ്ങൾക്ക് പിന്നാലെ വാഹന പ്രചരണ ജാഥയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുകയാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെയും എല്ലാ മുന്നണികളുടെ സ്ഥാനാർത്ഥികളും ഇപ്പോൾ വാഹന പ്രചരണ ജാഥകൾ നടത്തുകയാണ്. രണ്ടാം ഘട്ട പ്രചരണം എന്ന നിലക്ക് ഇനി അടുത്ത ഘട്ടം എന്ന നിലക്ക് കുടുംബയോഗങ്ങളും പൊതുയോഗങ്ങളുമാണ്. ഇന്ന് തലസ്ഥാനത്ത് മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുന്ന പൊതുയോഗമുണ്ട്. LDF-ന്റെ വർക്കലയിലാണ്. വി ജോയിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് വർക്കലയിൽ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രി പ്രസംഗിച്ച എല്ലാ വേദിയിലും ഒക്കെ തന്നെ കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നു. കാരണം CA വിഷയമടക്കം മുഖ്യമന്ത്രി ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് രാഹുലിന്റെ കേരളത്തിലെ മത്സരമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെയൊക്കെ ഒരു പ്രതിഷേധമുള്ളത്. വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് BJP സ്ഥാനാർത്ഥികൾ NDA സ്ഥാനാർത്ഥികൾ വലിയ തോതിലുള്ള ഒരു മത്സരമാണ്, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു മത്സര പോരാട്ടമാണ് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ഒന്നാം ഘട്ട പ്രചരണം കഴിയുമ്പോഴേക്കും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പല മണ്ഡലങ്ങളുമുണ്ട്. നേരത്തെ BJP തന്നെ പറഞ്ഞ A+ മണ്ഡലങ്ങൾക്കും അപ്പുറത്തേക്ക് മണ്ഡലങ്ങളുടെ ഒരു ഗ്രോത്ത് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പൾസ് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ചില സ്ഥാനാർത്ഥികൾക്ക് നേരെയുള്ള ഒരു അതിക്രമത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥിയായ V മുരളീധരന്റെ വാഹന പ്രചരണ ജാഥ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെ മയക്കുകെട്ടിയുള്ള പ്രസംഗങ്ങളിൽ സ്ഥാനാർത്ഥികളെ ആക്ഷേപിക്കുകയാണെങ്കിൽ പോലും ചില അക്രമ സംഭവങ്ങളിലേക്ക് പോവുക അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് കുറവായിരുന്നു. പക്ഷെ അതുകൂടി മറികടന്നാണ് കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകർ V മുരളീധരനെതിരെ ഒരു അതിക്രമം സംഘടിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ ചെയ്യുന്നതിലേക്ക് വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന്റെ വാഹന പ്രചരണ ജാഥ പള്ളിക്കലിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ വാഹനത്തിന് നേരെ CPM-ന്റെ DYFI-യുടെ പ്രവർത്തകർ ഒരു അക്രമത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനു മുമ്പ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ വാഹന പ്രചരണ ജാഥയ്ക്കും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും ഒക്കെ തന്നെ അവർക്ക് നേരെയുമുള്ള അതിക്രമമുണ്ടായി. അങ്ങനെ പല സ്ഥാനാർത്ഥികൾക്ക് നമുക്കറിയാവുന്നതുപോലെ കൊല്ലത്ത് G കൃഷ്ണകുമാറിനെ ചന്ദനത്തോപ്പ് ITL SFI പ്രവർത്തകർ തടയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള സ്ഥാനാർത്ഥികൾക്ക് മേലുള്ള ഒരു കയ്യേറ്റത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നിയമപരമായ ചില പോരാട്ടങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും UDF-ന്റെ സ്ഥാനാർത്ഥി ശശി തരൂരും ഒക്കെ തന്നെ പരസ്യമായി ഈ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് രാഷ്ട്രീയമായ ആരോപണങ്ങളിൽ മറുപടി പറഞ്ഞ് സമയം കളയുകയല്ല, ഈ നാടിന്റെ വികസനത്തെ പറ്റി ചർച്ച ചെയ്ത് നാടിന്റെ വികസന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന ഒരു പ്രഖ്യാപനമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തി. എന്തായാലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിഗംഭീരമായി പോവുകയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ 2004-ലും അതിനുശേഷം 2019-ലും ഉണ്ടായ തെരഞ്ഞെടുപ്പിനും അപ്പുറത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ പോലും ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. ഓരോ സ്ഥാനാർത്ഥികളും വൈവിധ്യങ്ങളാർന്ന തെരഞ്ഞെടുപ്പ് രീതികൾ, തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ, തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിൽ പോലും വൈവിധ്യമാർന്ന രീതിയിലുള്ള പ്രചരണ തന്ത്രവുമായി മുന്നോട്ട് പോകുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം NDA സ്ഥാനാർത്ഥി V മുരളീധരന് നേരെയുണ്ടായ അതിക്രമം, ആ ഒരു വിഷയത്തിൽ ഒരു
പ്രതി കസ്റ്റഡിയിലുമായിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നും ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളൊക്കെ തന്നെയും പുരോഗമിക്കുകയാണ്. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും DGPക്കും ഇലക്ഷൻ കമ്മീഷനും വി മുരളീധരൻ പരാതി നൽകിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുമൊക്കെ അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണമൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു. NDA ആറ്റിങ്ങൽ പാർലമെന്റ് കമ്മിറ്റിയാണ് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിന്മേൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ആ സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ മറുപടി പറയുക അക്രമങ്ങൾ കൊണ്ടല്ല, അത് ജനാധിപത്യത്തോട് വോട്ട് രേഖപ്പെടുത്തിയാണ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ ഒരു അക്രമവുമായി വരുന്നെങ്കിൽ പോലും പ്രവർത്തകർ എന്ന നിലയ്ക്ക് സ്വന്തം പാർട്ടി പ്രവർത്തകരോട് സമീപനത്തോടെ പെരുമാറി മുന്നോട്ട് പോകണമെന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയം. എന്തായാലും ഇന്നും അദ്ദേഹത്തിന്റെ പ്രചരണം തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി വാശിയേറിയ പ്രചരണമായിരിക്കും. കാരണം പാർട്ടി പ്രവർത്തകർ കൂടി കുറെ കൂടെ ആവേശം ഉണ്ടാകും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വൈകാരികമാണ് ആറ്റിങ്ങൽ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വർക്കലയും ചെറിയൻകീഴും വാമനപുരവും കാട്ടാക്കടയും നെടുമങ്ങാടും അരുവിക്കരയും ഒക്കെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന വലിയ വികാരമുണ്ട്. ആ വികാരത്തിനനുസരിച്ചായിരിക്കും അവർ ഇന്നു മുതലുള്ള പ്രചരണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രചരണം ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ ഇരട്ടിയായിരിക്കും. കാരണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് വി മുരളീധരൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രചരണ വാഹനത്തിനെതിരെ CPM-കാർ ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവർ കുറെ കൂടെ ആത്മവിശ്വാസത്തോടെ തന്നെയായിരിക്കും ഇന്നു മുതൽ പ്രവർത്തകർ ഉണ്ടാവുക എന്നതാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്, NDA പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരാൾ അറസ്റ്റും ചെയ്തിട്ടുണ്ട്. വിഷ്ണു, വ്യക്തമാണ്. അഖിൽ പാലോട്ട് മഠമാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ റിപ്പോർട്ടുകൾ നമുക്ക് പങ്കുവച്ചത്.